ഓർമ്മ വെച്ച കാലം മുതൽ ആരും തനിക്ക് നേരെ ഇതുപോലെ ആഹാരം നീട്ടിയിട്ടില്ല. ചെറിയമ്മ സ്വന്തം മക്കൾക്ക് ഭക്ഷണം വാരിക്കൊടുക്കുമ്പോൾ കൊതിയോടെയും വേദനയോടെയും അത് നോക്കി നിന്നിട്ടുണ്ട്. അന്നൊന്നും ആ കൈകൾ തനിക്ക് നേരെ നീണ്ടിട്ടില്ല. പിന്നെ എല്ലാം പതിയെ തനിക്ക് ശീലമാവുകയായിരുന്നു. എന്നാൽ ഇന്ന് വർഷങ്ങൾക്ക് ശേഷം തനിക്ക് നേരെ സ്നേഹത്തോടെ കൈ നീണ്ടു വന്നിരിക്കുന്നു. നിറഞ്ഞ കണ്ണുകളോടെ അബിയെ നോക്കി വായി തുറക്കുമ്പോൾ അവളോട് ചുണ്ടിൽ ചെറിയൊരു ചിരിയുണ്ടായിരുന്നു. അതിലുപരി ആ നിറഞ്ഞ കണ്ണുകളിൽ സന്തോഷമായിരുന്നു. ചിത്ര കഴിച്ചു കഴിഞ്ഞ ഉടനെ അതുപോലെ ഒരു ഉരുള അവന് നേരെ നീട്ടിയിരുന്നു. അത്രയും സ്നേഹത്തോടെ, പ്രണയത്തോടെ, വാത്സല്യത്തോടെ. സാധാരണ പോലെ തന്നെ വീട്ടിലേക്ക് കയറി ചെന്നതാണ് കിഷോർ. കഴിഞ്ഞ ദിവസം അബിയും ചിത്രയും തനിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ ചെറിയ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവനകത്തേക്ക് കയറിയത് പോലും. എന്നാൽ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് പരസ്പരം ഊട്ടുന്നവരെ കണ്ടപ്പോൾ അവൻ്റെ കണ്ണ് പുറത്തേക്ക് തള്ളി വന്നു. വല്ലാത്തൊരു അസ്വസ്ഥതയോട് കൂടിയാണ് ഇന്ദ്രൻ വീട്ടിലേക്ക് പോയത്. അച്ഛൻ തന്നോട് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോഴും സമ്മതിച്ചു കൊടുക്കുമ്പോഴും മനസ്സ് നിറയെ അച്ഛൻ്റെ അവസാനത്തെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം എന്നുള്ള ആഗ്രഹം മാത്രമായിരുന്നു. പോരാത്തതിന് ചിത്രയെക്കുറിച്ച് അവളുടെ ചെറിയമ്മ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഓർത്തതും തൻ്റെ തീരുമാനം 100% ശരിയാണെന്ന് ഉറച്ചു വിശ്വസിച്ചു. ആ ധൈര്യത്തിലാണ് അവനോട് പോയി തൻ്റെ ആവശ്യം ഉന്നയിച്ചത്. എന്നാൽ അബിയിൽ നിന്ന് തനിക്ക് കിട്ടിയ മറുപടിയും അവൻ തന്നോട് ചോദിച്ച ചോദ്യങ്ങളും തന്നെ ഇരുത്തി ചിന്തിപ്പിക്കുന്നവയായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ അച്ഛൻ തന്നോട് ആവശ്യപ്പെട്ടത് എന്താണ് അത് തന്നെയാണ് ഇന്ന് താൻ അബിയോടും ആവശ്യപ്പെട്ടത്. അന്ന് അദ്ദേഹത്തിൻ്റെ ആവശ്യം താൻ അംഗീകരിച്ചു കൊടുത്തതുകൊണ്ട് മാത്രമാണ് ഇത്രയും വർഷങ്ങളായി സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ ഒരു ദേശാടന കിളിയെപ്പോലെ താൻ അലഞ്ഞു നടക്കുന്നത്. വർഷങ്ങൾ ഇത്രയും കടന്നു പോയിട്ടും തൻ്റെ മനസ്സിൽ ശിവാനിക്കുള്ള സ്ഥാനം ഇപ്പോഴും ഒരു ചെറു പോറൽ പോലും ഏൽക്കാതെ അങ്ങനെ നിലനിൽക്കുന്നു. അതിന് കാരണം താൻ അവളെയും അവൾ തന്നെയും ആത്മാർത്ഥമായി പ്രണയിച്ചു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അവസാനം തനിക്ക് തന്നെ അവളെ തള്ളി പറയേണ്ടി വന്നു. ഇപ്പം മറ്റാരുടെയോ ഭാര്യയായി, അയാളുടെ കുഞ്ഞുങ്ങളുടെ അമ്മയായി സന്തോഷത്തോടെ അവൾ ജീവിക്കുന്നുണ്ടാവും. പക്ഷേ താനോ? അവളെ മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റാൻ സാധിക്കുമോ തനിക്ക്? ഇല്ല, ഒരിക്കലുമില്ല. ഇത്രയും വർഷങ്ങളായി തന്നെ കൊണ്ട് അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി ഒരിക്കലും അതിന് കഴിയുകയുമില്ല. ഇന്നെടുത്ത തീരുമാനം തന്നെയാണ് ശരി. അല്ലെങ്കിൽ നാളെ അവനും തന്നെ പോലൊരു ജീവിതം നയിക്കേണ്ടി വരും. ഒരൊറ്റ ദിവസം താനൊന്ന് മാറി നിന്നപ്പോഴേക്കും എന്തൊക്കെയോ നടന്നിട്ടുണ്ട് എന്ന് കിഷോറിന് മനസ്സിലായി. എന്നാൽ ആ അത്ഭുതത്തേക്കാൾ അവനിൽ നിറഞ്ഞു നിന്നത് സന്തോഷമായിരുന്നു. അഭിചിത്രയെ പ്രണയിക്കുന്നു, അവനത് അംഗീകരിച്ചിരിക്കുന്നു. അവർ ഒന്നിച്ചൊരു ജീവിതം തുടങ്ങിയിരിക്കുന്നു. സന്തോഷത്തോടെ അവരെ ഒന്ന് നോക്കിയതിനു ശേഷം കിഷോർ അവരെ ശല്യം ചെയ്യാതെ നേരെ തൻ്റെ മുറിയിലേക്ക് പോയി. എന്നാൽ അപ്പോഴും അഭിയെ സ്നേഹത്തോടെ ഊട്ടുകയായിരുന്നു ചിത്ര. ഈശ്വരമംഗലം. ചന്ദ്രു വീട് വിട്ടു പോയിട്ടിപ്പോൾ ദിവസങ്ങളായിരിക്കുന്നു. ഇതുവരെ മഹേശ്വരിയെ ഒന്ന് വിളിച്ചിട്ട് പോലുമില്ല. പോരാത്തതിന് കമ്പനിയും കാര്യങ്ങളും നോക്കുന്നത് ഗോവിന്ദും തേജസ്സും കൂടിയാണ്. പക്ഷേ ചന്ദ്രുള്ളപ്പോൾ ഉണ്ടായിരുന്ന അത്ര നല്ല രീതിയിലല്ല കമ്പനി മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇനി ഒരിക്കലും ചന്ദ്രു ഇതൊന്നും ഏറ്റെടുക്കില്ല. അവർ അസ്വസ്ഥതയോടെ ചെയറിലേക്ക് ചാരി. ഇതേ സമയം ഈശ്വരമംഗലത്തെ MD-യുടെ ഓഫീസിലിരിക്കുവാണ് ഗോവിന്ദ്. അയാളുടെ ചുണ്ടിൽ വല്ലാത്തൊരു ചിരിയുണ്ട്. അത് കണ്ടുകൊണ്ടാണ് തേജസ് അവിടേക്ക് വന്നത്. എന്താച്ച ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്നത്? അച്ഛനെ നോക്കി ചെറുചിരിയോടെ കൂടി തേജസ് ചോദിച്ചതും അവനെ നോക്കിയിരിക്കുന്ന ചെയറിൽ നിന്ന് അയാൾ എണീറ്റ് നിന്നു. ഒരുപാട് വർഷങ്ങളായുള്ള എൻ്റെ ആഗ്രഹമാണ് ഈ കസേര. ആദ്യം ഇതിലിരുന്നത് നിന്റെ മുത്തശ്ശനായിരുന്നു, പിന്നെ നിന്റെ മുത്തശ്ശി, അത് കഴിഞ്ഞ് നിന്റെ അമ്മാവൻ, എല്ലാം കഴിഞ്ഞ് അവസാനം ചന്ദ്രുവിലേക്കും. ഒരുപാട് വർഷങ്ങളായുള്ള എൻ്റെ ആഗ്രഹമാണ് ഈ കസേര. പണത്തിനോട് ഈ ഗോവിന്ദൻ ആർത്തിയല്ല, പക്ഷേ പദവി, അത് എന്നും എനിക്കൊരു ലഹരിയാണ്. ഈ കസേര കിട്ടാൻ വേണ്ടി ചന്ദ്രനെ കൊല്ലാൻ പോലും പലപ്പോഴും ഞാൻ തുനിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ വിധി തന്നെ എനിക്കിവനെ തന്നു. അത് പറഞ്ഞ് അയാൾ ഒന്നുകൂടെ ചെയറിലേക്ക് ചാഞ്ഞിരുന്നു. ചന്ദ്രു അഭിമാനമുള്ളവനാ. അവനിനി എന്തായാലും ഈ ചെയറിലിരിക്കില്ല. ഇനി ഇത് എനിക്കുള്ളതാ. എൻ്റെ കാലം കഴിഞ്ഞ നിനക്കും. തൻ്റെ മാമനോട് ആവേശത്തോടെ പറയുമ്പോൾ തൻ്റെ അച്ഛൻ്റെ വാക്കുകളിൽ ഇതുവരെ തോന്നാത്ത ആ ചെയറിനോടുള്ള ആഗ്രഹം സഞ്ജുവിലും നിറഞ്ഞു വന്നിരുന്നു. ഭക്ഷണം കഴിച്ച് അഭി മുറിയിലേക്ക് പോകുമ്പോഴാണ് കിഷോറിൻ്റെ മുറിയിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത്. ഒന്ന് സംശയിച്ചതിന് ശേഷം അഭി കതക് തുറന്ന് അകത്തേക്ക് കയറി.
അപ്പോഴാണ് ബാത്റൂമിൽ നിന്ന് കുളിച്ച് പുറത്തേക്ക് വരുന്ന കിഷോറിനെ അഭി കാണുന്നത്. നീ എപ്പോൾ വന്നു? തന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ കബോർഡിനടുത്തേക്ക് പോകുന്നവനെ നോക്കിക്കൊണ്ട് അഭി ഗൗരവത്തിൽ ചോദിച്ചതും കിഷോറിൻ്റെ മറുപടി വന്നിരുന്നു. നിങ്ങളെ ഡൈനിങ് ടേബിളിലിരുന്ന് റൊമാൻസിക്കുമ്പോൾ വന്നതാ. പിന്നെ നിങ്ങളെ ശല്യം ചെയ്യണ്ട എന്ന് കരുതിങ്ങ് വന്നു എന്ന് മൂളുന്നതിൻ്റെ കൂടെ അഭി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഇവിടെ അവിവാഹിതരായ ചെറുപ്പക്കാരുണ്ടെന്ന് ഓർമ്മ വേണം. ഞങ്ങളെ വഴിതെറ്റിക്കരുത്. അവനെ നോക്കി ഒന്ന് ആക്കിയ രീതിയിൽ കിഷോർ പറഞ്ഞതും അവനെ മൈൻഡ് ചെയ്യാതെ മുറിക്ക് പുറത്ത് പോയിരുന്നു അഭി. അവൻ്റെ ആ പോക്ക് കണ്ട് പൊട്ടി വന്ന് ചിരി കിഷോർ കഷ്ടപ്പെട്ട് പിടിച്ചു നിർത്തി. രാത്രി ഭക്ഷണം കഴിച്ച് കിടക്കാനായി ചിത്രമുറിയിലേക്ക് വരുമ്പോൾ ലാപ്പിലേക്ക് നോക്കി ബെഡിലിരിക്കുന്ന അഭിയാണ് കണ്ടത്. അവൻ്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ഗൗരവം കണ്ടപ്പോൾ ചിത്ര കൊണ്ടുവന്ന വെള്ളം ടേബിളിലേക്ക് വെച്ച് അവൻ്റെ അടുത്തേക്ക് പോയി. തൻ്റെ അടുത്ത് ചിത്രയുടെ സാമീപ്യം അറിഞ്ഞതും അഭി അവളെ ഒന്ന് തല ഉയർത്തി നോക്കി. നാളെ നമുക്ക് ഈശ്വരമഠത്തിലേക്ക് പോകണം. രാവിലെ തന്നെ പുറപ്പെടാം. അത് പറഞ്ഞ് തൻ്റെ ലാപ്പെടുത്ത് അവൻ അടച്ച് ടേബിളിലേക്ക് വെച്ചു. അപ്പോഴും എന്തോ ചിന്തിച്ചിരിക്കുവാണ് ചിത്ര. അവളെ ഒന്ന് നോക്കിയതിനു ശേഷം അഭി അവളുടെ മടിയിലേക്ക് ചാഞ്ഞു. അവൻ്റെ ആ പ്രവൃത്തിയിൽ ചിത്ര ഒന്ന് ഞെട്ടിയെങ്കിലും അവൻ്റെ തലയിലൂടെ അവൾ പതിയെ തൻ്റെ കൈ ഓടിച്ചു. അഭി കണ്ണുകൾ അടച്ച് അവളുടെ ഇടുപ്പിലേക്ക് മുഖം പൂഴ്ത്തി. പേടിയുണ്ടോ? അവളുടെ കൂടെ കണ്ണുകളിലേക്ക് നോക്കി അഭി ചോദിക്കുമ്പോൾ അവനെ തന്നെ നോക്കി നിന്നു ചിത്ര. അവർ മനുവേട്ടൻ എന്തെങ്കിലും ചെയ്യുമോ? വേവലാതിയോടെ തന്നെ നോക്കി ചോദിക്കുന്ന ചിത്രയുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചിരുന്നു അഭി. ഒന്നും ചെയ്യില്ല. അന്ന് മുറിയിലിട്ട് പട്ടിണിക്കിട്ട 15 വയസ്സുകാരൻ അഭിയല്ല ഞാനിപ്പോൾ. പക്ഷേ ഒരു കാര്യം മനസ്സിൽ വെച്ചോ, അത് ഈശ്വരമഠമാണ്. അവിടെയുള്ള ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. അവൻ അവളെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞതും അവനെ നോക്കിയൊന്ന് തലയാട്ടി ചിത്ര. അവളെ നോക്കിക്കൊണ്ട് അഭി പതിയെ അവളുടെ മടിയിൽ നിന്ന് എണീറ്റടുത്ത നിമിഷം തന്നെ ആ ചുണ്ടുകൾ കവർന്നിരുന്നു അവൻ. അവളുടെ മേൽ ചുണ്ടും കിഴിച്ചുണ്ടും ആവേശത്തോടെ നുണയുന്നവനെ ചിത്ര തന്നോട് ചേർത്ത് പിടിച്ചു. അവളിലൂടെ അവൻ്റെ കൈ പിന്നെയും ഒരുപാട് ദൂരം സഞ്ചരിച്ചു. അവളുടെ ആദരങ്ങൾ തൻ്റേതാക്കി മാറ്റുമ്പോൾ അവൻ്റെ കരങ്ങൾ അവളുടെ ശരീരത്തിൽ ഒഴുകി നടന്നു. ദീർഘചുംബനത്തിനു ശേഷം അവളിൽ നിന്ന് അകന്നു മാറുമ്പോൾ അവളുടെ ഹൃദയമിടിപ്പിനനുസരിച്ച് ഉയർന്നു താഴുന്ന മാറിടങ്ങളിലേക്ക് അവൻ്റെ നോട്ടം ചെന്നെത്തി. പെട്ടെന്നവൻ വീണ്ടും അവളുടെ ആദരങ്ങളെ കവർന്നു. ഇരുവാദരങ്ങളും ഒരുമിച്ച് നുണയുമ്പോൾ എന്തോ വല്ലാത്തൊരു മാസ്മരികത ആദരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് തോന്നിപ്പോയി രണ്ടുപേർക്കും. കീഴ്ചുണ്ടും മേൽചുണ്ടും മാറി മാറി നുണഞ്ഞു. അതിനനുസരിച്ച് അവൻ്റെ കൈ അവളുടെ ശരീരത്തിൽ ഒഴുകി നടന്നു. അവളുടെ കൈ അവൻ്റെ പുറത്തും അമർന്നിരുന്നു. എത്ര നുണഞ്ഞിട്ടും മതി വരുന്നില്ല എന്ന് ആ നിമിഷം അവന് തോന്നിപ്പോയി. അവളും അവൻ്റെ ചുംബനത്തിൽ ലയിച്ചു പോയിരുന്നു. അവനെ പിടിച്ച് അവളിലേക്ക് അമർത്തി പിടിച്ചു. അതിരങ്ങളിൽ നിന്ന് അവളുടെ നാവിലേക്കും അവൻ്റെ ചുംബനം എത്തി നിന്നു. ഇനിയും തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, താൻ ശ്വാസം മുട്ടിപ്പോകുമെന്ന് തോന്നിയതും അവൾ അവനെ പിടിച്ച് തള്ളിയിരുന്നു. ആ നിമിഷം തന്നെ അവളുടെ മാറിൽ അവൻ്റെ കൈയെത്തി നിന്നു. അവളുടെ വലത് മാറിനെ ഒന്ന് ഞെരിച്ചുടച്ചു. അവളുടെ ശരീരത്തിലൂടെ മിന്നൽ പിണർപ്പ് കടന്നു പോകുന്നത് പോലെ തോന്നിയിരുന്നു ചിത്രയ്ക്ക് ആ നിമിഷം. ചിത്ര, വല്ലാത്തൊരു മൃദുലതയാണ് പെണ്ണെ ഇവിടെ. എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ തോന്നുന്നു. ഇനിയും എന്നെക്കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല പെണ്ണെ. വികാരത്തിൻ്റെ തീവ്രതയിലിരിക്കുന്ന താന് അവളോട് എന്തൊക്കെയാണ് പറയുന്നതെന്ന് അവന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. അത്രത്തോളം താൻ അവളിൽ അടിമപ്പെട്ടു പോയി എന്ന് അവന് തന്നെ തോന്നിയിരുന്നു. അവൻ്റെ ഓരോ വാക്കും അവൻ്റെ നിശ്വാസവും അവളുടെ ശരീരത്തിൽ കടന്നതും നാണത്തിൻ്റെ ചുവപ്പ് രാശി പടർന്നു അവളിൽ. അവൻ്റെ മുഖത്ത് നോക്കാനാവാതെ അവൾ മെഴികൾ താഴ്ത്തി. ആ നിമിഷം തന്നെ അവൻ അവളുടെ വസ്ത്രം ഊരി മാറ്റിയിരുന്നു. ഇന്നറിൽ നിൽക്കുന്ന മാറുകൾ അവനെ വല്ലാതെ തളർത്തിയിരുന്നു. അവൻ്റെ വശ്യതയാർന്ന നോട്ടവും പുഞ്ചിരിയും കലർന്ന അവൻ്റെ മുഖത്തേക്ക് നോക്കാനാവാതെ അവൾ മെഴികൾ താഴ്ത്തി. ആദ്യത്തെ 2 ഹുക്കഴിച്ചതും അവളുടെ മാറിടത്തിൻ്റെ പകുതി അവന് മുന്നിൽ ദൃശ്യമായി. അതോടെ അവൻ്റെ കണ്ണുകൾ തിളങ്ങി. അതിനനുസരിച്ച് ചിത്രയുടെ ഹൃദയമിടിപ്പേറി വന്നു. അത് അവനിലേറെ ആവേശം ചെലുത്തി. കാരണം ഉയർന്നു താഴുന്ന അവളുടെ മാറിടം അവനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. അവൻ പെട്ടെന്ന് അവളുടെ ബാക്കി ഹുക്കുകളും അഴിക്കാൻ തുടങ്ങി. അവസാനത്തെ ഹുക്കഴിച്ചതും അവളുടെ കണ്ണിലേക്ക് മാത്രം നോട്ടം പായിച്ചുകൊണ്ട് അവളുടെ ഇന്നർ അവളിൽ നിന്ന് അഴിച്ചു മാറ്റിയതും ചിത്ര നാണത്തോടെ കണ്ണുകൾ ഇറുക്കി അടച്ചിരുന്നു. അവളുടെ ചുണ്ടിൽ ചുണ്ടമർത്തിക്കൊണ്ട് അഭി തൻ്റെ നോട്ടം അവളുടെ മാറിലേക്ക് പാഴിച്ചതും
അവളുടെ മുന്തിരിഞ്ഞിട്ടും തൂവെള്ള നിറത്തിൽ കാണുന്ന അവളുടെ ഇരുമാറും അവൻ കൊതിയോടെ ഒന്ന് നോക്കി. അതിനനുസരിച്ച് അവൻ്റെ ശരീരത്തിൽ വിയർപ്പ് പൊടിഞ്ഞു. അത് അവനിൽ വല്ലാത്ത ആവേശം ചെലുത്തി. അവൻ്റെ കണ്ണുകൾ അവിടെ മുഴുവൻ അലഞ്ഞു നടന്നു. എന്ത് ഭംഗിയാ പെണ്ണെ, കണ്ണെടുക്കാൻ തോന്നുന്നില്ല, കടിച്ചു തിന്നാൻ തോന്നുക എനിക്ക്. ഞാനിതൊന്ന് ശരിക്കും കണ്ടോട്ടെ. അവൻ്റെ ചോദ്യം കേട്ട് ചിത്രയുടെ ഹൃദയം പടപടായിടിക്കാൻ തുടങ്ങി. ഒരു തരം ഭയം അവളിൽ പിറവിയെടുത്തു. അവളുടെ ശരീരം വിയർപ്പ് തുള്ളികളാൽ നുകർന്നു. എന്തോ തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു പരവേശം അവൾക്ക് തോന്നിപ്പോയി. അവൻ്റെ കരങ്ങളാൽ അവിടെ ഞെരിഞ്ഞമർന്നു. മനുവേട്ട. അവളിൽ ശീർക്കാരങ്ങൾ ഉയർന്നു വന്നു. അത് അവനിൽ കൂടുതൽ അവളിലേക്ക് ചേർത്തിരുന്നു. അവൻ്റെ ചുണ്ടുകൾ അവിടം ലക്ഷ്യം വെച്ച് നീങ്ങിയതും ചിത്ര അവനെ പിടിച്ച് പിറകിലോട്ടൊന്ന് തള്ളിയതും അവളുടെ ആ പ്രവൃത്തിയിൽ അഭി പിറകോട്ടൊന്ന് ആഞ്ഞു. അവളിൽ നിന്ന് അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ചിത്ര അവിടെ കിടന്ന് പുതപ്പ് വലിച്ചെടുത്ത് തൻ്റെ ശരീരം മറച്ചു പിടിച്ചതും അഭിവശ്യമായി ചിരിച്ചുകൊണ്ട് അത് അവളിൽ നിന്ന് തന്നെ അടർത്തി മാറ്റി. എന്തോ ഇനി എനിക്ക് താങ്ങാൻ കഴിയില്ല പെണ്ണെ, നിന്നെ മുഴുവനായിട്ടും എനിക്ക് വേണം. വല്ലാതെ ഞാൻ കൊതിക്കുന്നു പെണ്ണെ, നിന്നെ ഒന്ന് ആസ്വദിക്കാൻ. അത് പറഞ്ഞുകൊണ്ട് അഭി അവളുടെ ആദരങ്ങളെ വീണ്ടും കടിച്ചെടുത്തു. അതിനനുസരിച്ച് അവൻ്റെ കൈ അവളുടെ മാറിലും അമർന്നു. അഭിയുടെ കൈകൾ അവളുടെ നഗ്നമായ വയറിൽ കുസൃതി കാണിച്ചും തുടങ്ങിയതും അവളിൽ നിന്ന് ശീൽക്കാരങ്ങൾ ഉയർന്നു വന്നു. അവളുടെ നഖങ്ങൾ അവൻ്റെ നഗ്നമായ ശരീരത്തിൽ പോറൽ വീഴ്ത്തിക്കൊണ്ടിരുന്നു. അവളുടെ ഇടുങ്ങിയ മാറുടയ്ക്കൽ അവൻ തൻ്റെ നാവിനാൽ തലോടിയതും ചിത്ര ഉയർന്ന നെഞ്ചിടിപ്പോടെ ഇരുചുണ്ടുകളും കടിച്ചു പിടിച്ച് അവനെ തൻ്റെ മാറോടടക്കി പിടിച്ചു. ചിത്രയിൽ വല്ലാത്തൊരു പരവേശം വന്നു നീർന്നു. അവളിൽ പ്രകടമാകുന്ന മാറ്റങ്ങൾ അഭി ചുണ്ടിലൊളിപ്പിച്ച ചിരിയാലെ ആസ്വദിച്ചു. തൻ്റെ ചുംബനങ്ങളും തലോടലും അവളിൽ വികാരങ്ങൾ സൃഷ്ടിക്കുന്നത് അഭി തിരിച്ചറിഞ്ഞു. അവൻ അവളുടെ മാറിൽ നിന്നും മെല്ലെ തല ഉയർത്തി നോക്കി. കണ്ണുകളടച്ച് തൻ്റെ പ്രണയ ചൂടിൽ മതിമറന്ന് അലിഞ്ഞു ചേർന്ന് നിൽക്കുന്ന ചിത്രയെ കണ്ട് അഭിക്കും വല്ലാത്ത സന്തോഷം തോന്നി. തൻ്റെ പ്രണയ ചൂടിൽ അവളും ആസ്വദിക്കുന്നു, തൻ്റെ പ്രണയ ചുംബനം അവളും ആസ്വദിക്കുന്നു എന്നോർത്തതും അവനിൽ വല്ലാത്ത സന്തോഷം തോന്നിയിരുന്നു. അതുമോർത്തവൻ വീണ്ടും അവളുടെ മാറുകളിലേക്ക് മുഖം ചേർത്തു. പഞ്ഞിക്കെട്ട് പോലുള്ള മാറിടങ്ങളെ അവൻ്റെ നാവ് കൊണ്ടും പല്ലുകൊണ്ടും കടിച്ചു നുണഞ്ഞു. അവളുടെ മാറിൻ്റെ മൃദുലത അവനെ വല്ലാതെ തളർത്തി. തന്നിലെ വികാരം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയെന്ന് അവനക്ക് മനസ്സിലായതും അവളുടെ മാറിടങ്ങൾ അവൻ വേഗത്തിൽ നുണഞ്ഞുകൊണ്ടിരുന്നു. അവൻ്റെ കൈകൾ അവളുടെ അണിവയറിൽ പതിഞ്ഞ് അതിനിടയിൽ നാഭിച്ചുഴിയിലേക്ക് ആഴ്ന്നിറങ്ങി. അതിനനുസരിച്ച് അവളുടെ മാറിടങ്ങളെയും അവൻ കടിച്ചു നുണഞ്ഞു. അവൻ്റെ ശരീരം ആ ഏസിയിലും വിയർക്കുന്നത് പോലെ തോന്നി. പെട്ടെന്ന് അവളുടെ മാറിടങ്ങളെ ഒന്ന് കടിച്ചു വലിച്ചു നുണഞ്ഞുകൊണ്ട് അവൻ്റെ മുഖം അവളുടെ അണിവയറിലേക്ക് അമർന്നു. അവളുടെ നാഭിച്ചുഴിയെ അവൻ നാവ് കൊണ്ട് വട്ടമിട്ടു. പെട്ടെന്ന് അതിൻ്റെ ആഴം വളർന്നുകൊണ്ടിരുന്നു. അതിനനുസരിച്ച് ചിത്ര ബെഡിൽ ഉയർന്നു പൊങ്ങി. അവനെ ബെഡിലേക്ക് തന്നെ അമർത്തി പിടിച്ചു. അണിവയറിൽ നിന്ന് താഴോട്ടും അവൻ്റെ ചുണ്ടുകൾ സഞ്ചരിച്ചു. അത് അവളിൽ ഒരു വെള്ളിടി വെട്ടിയെങ്കിലും അവനെ പിടിച്ചു നിൽക്കാൻ തന്നെ കൊണ്ട് കഴിയില്ല എന്ന് മനസ്സിലായതും അവളും ആസ്വദിച്ചു. ചിത്രയുടെ ശരീരത്തിലെ ഓരോ അണുവിലും അവൻ്റെ ചുംബനങ്ങൾ കൊണ്ടും ഉമിനീരനാലും കുതിർന്നിരുന്നു. അതെല്ലാം അവളിലും വല്ലാത്ത ആവേശം കൂട്ടി. അവസാനം രാത്രിയുടെ ഏതോ യാമത്തിൽ അവളിലേക്കൊരു പേമാരി പോലെ അവൻ ആഴ്ന്നിറങ്ങി. എത്ര ആഴ്ന്നിറങ്ങിയിട്ടും മതി വരാത്തതുപോലെ അവൾ എന്ന പെണ്ണിനെ ആസ്വദിച്ചും പ്രണയിച്ചും കാമിച്ചും ആ രാത്രി മുഴുവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരുന്നു. പതിയെ അവളുടെ മാറിടങ്ങളിലേക്ക് തളർന്നു വീഴുകയും ചെയ്തു.